Good morning. Good morning. Okay, let's start. The last class we discussed about Fleury's algorithm. Fleury's algorithm എന്തിനാ യൂസ് ചെയ്യുന്നത്? എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത് Fleury's algorithm? The Fleury's algorithm is used to display the Euler path or Euler circuit from a given graph. Okay, so എന്തൊക്കെയായിരുന്നു algorithmic steps? First, start with any vertex of non-zero degree. ഓക്കെ, ഒരു ഗ്രാഫിൽ ഒരു പെർട്ടിക്കുലർ വേർട്ടെക്സ് ചൂസ് ചെയ്യുക. അതിന്റെ ഡിഗ്രി എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ചൂസ് എനി എഡ്ജ് ലീവിംഗ് ദിസ് വേർട്ടെക്സ്. സോ അവിടെ ഒരു കണ്ടീഷൻ നോക്കണം. എന്താണ്? ദാറ്റ് എഡ്ജ് നോട്ട് എ ബ്രിഡ്ജ്, റൈറ്റ്? സോ നമ്മൾ അൽഗോരിതത്തിന്റെ സ്റ്റാർട്ടിംഗ് കേസിൽ ബ്രിഡ്ജ് എഡ്ജ് ചൂസ് ചെയ്യില്ല. വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത് ബ്രിഡ്ജ് എഡ്ജ് ചൂസ് ചെയ്യുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ ബ്രിഡ്ജ്? Bridge is an edge. Its removal disconnect the graph. അല്ലെ, ആ എഡ്ജ് റിമൂവ് ചെയ്യുമ്പോൾ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് എഡ്ജ് ഈസ് നോൺ ആസ് ബ്രിഡ്ജ്. ഓക്കെ, ദെൻ ഒരു എഡ്ജ് ചൂസ് ചെയ്യാം. ദെൻ എന്താണ്? ആ ഒരു എഡ്ജ് യൂലർ സർക്യൂട്ടിലേക്ക് അപ്പൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിമൂവ് ദാറ്റ് എഡ്ജ് ഫ്രം ദ ഗ്രാഫ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് വേണം? ആ എഡ്ജ് ഗ്രാഫ് നിന്ന് റിമൂവ് ചെയ്യാം. ദെൻ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് എഡ്ജിന്റെ അടുത്ത എൻ പോയിന്റ് വെച്ചിട്ട് അല്ലെ എൻ വേർട്ടിസസ് വെച്ചിട്ട് എന്താണ് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അണ്ടിൽ ദർ ഇസ് നോ എഡ്ജസ് ഇൻ ദാറ്റ് ഗ്രാഫ്. സ്റ്റെപ്പ് ഓക്കെ അല്ലേ അൽഗോരിതത്തിന്റെ? ഓക്കെ, ദെൻ നമ്മളൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. Next, write down the question. Find the Euler circuit from the following graph. Find the Euler circuit from the following graph. പെട്ടെന്ന് ഈ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ ഫ്ലോറീസ് അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് യൂലർ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യേണ്ടത്. ഒരു ഗിവൻ ഗ്രാഫ് തന്നെ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ആ ഗ്രാഫ് യൂലർ ഗ്രാഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ യൂലർ ഗ്രാഫ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? എങ്ങനെ ചെക്ക് ചെയ്യും? ഗിവൻ ഗ്രാഫ് യൂലർ ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഡിഗ്രി ഈവൺ ആണോ നോക്കിയാൽ എല്ലാ വേർട്ടീസസിന്റെയും ഡിഗ്രി ഈവൺ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഹിയർ ഡിഗ്രി ഓഫ് എവറി വേർട്ടീസ് ഇസ് ഈവൺ. സോ ദിസ് ഗ്രാഫ് ഈസ് യൂലർ ഗ്രാഫ്. നെക്സ്റ്റ് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? യൂലർ സർക്യൂട്ട് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് ഒരു ആർബിട്രറി വേർട്ടെക്സ് ചൂസ് ചെയ്യുക, റൈറ്റ്? സോ
So here I'm choosing the vertex A. First A choose ചെയ്തു. Then next step എന്താ? എന്താ next step? എഡ്ജ് സെലക്ട് ചെയ്യാം. എഡ്ജ് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഹിയർ രണ്ട് എഡ്ജസ് ഉണ്ട് അല്ലേ? എ ടു ഡി ഉണ്ട്, എ ടു സി ഉണ്ട്. രണ്ട് എഡ്ജ് എന്താണ്? ബ്രിഡ്ജ് അല്ല. സോ എനിക്ക് ഏതെങ്കിലും ഒരു എഡ്ജ് ചൂസ് ചെയ്യാം. ഞാനിവിടെ ചൂസ് ചെയ്ത എഡ്ജ് എ ഡി. ഓക്കെ, ഫസ്റ്റ് എഡ്ജ് ഞാൻ യൂലർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോസസ് എന്താ? നെക്സ്റ്റ് പ്രോസസ് എന്താണ്? യൂലർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ് എന്താ? എഡ്ജ് റിമൂവ് ചെയ്യണം. പെർട്ടിക്കുലർ എഡ്ജ് ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ഓരോ ടൈമിലും എഡ്ജ് റിമൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടന്റ് ഗ്രാഫ് അവിടെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഞാൻ എവിടെ എത്തി? ദ വെർട്ടെക്സ് ഡി. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഡി ബി, ഡി സി, ഡി ഇ. ഓക്കെ, മൂന്ന് എഡ്ജസ് എന്താണ്? ബ്രിഡ്ജ് അല്ല. ഞാൻ ചൂസ് ചെയ്യുന്നത് ഡി ബി. ഓക്കെ, then ഇത് എവിടത്തേക്ക് ആഡ് ചെയ്തു? യൂലർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്തു. നെക്സ്റ്റ് ഈ ഒരു എഡ്ജ് എന്താ? ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യാം. Okay, now my Euler circuit at the vertex B. ഇനി നെക്സ്റ്റ് ഏത് എഡ്ജ് ചൂസ് ചെയ്യും? ഏത് എഡ്ജ് ചൂസ് ചെയ്യും? ഇവിടെ എന്താ? ഓൺലി വൺ എഡ്ജേ ഉള്ളൂ അല്ലേ? പി ഇ. ഓക്കെ, ബി ഇ ചൂസ് ചെയ്തു. യൂലർ സർക്യൂട്ടിലേക്ക് എഡ്ജ് ആഡ് ചെയ്തു. ഓക്കെ, അത് നെക്സ്റ്റ് പ്രോസസ് എഡ്ജ് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയാണ് അല്ലേ? ഈ ഒരു എഡ്ജിലാണുള്ളത്. യൂലർ സർക്യൂട്ട് അറ്റ് ദ എഡ്ജ് ഇ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഏത് എഡ്ജ് ചൂസ് ചെയ്യും? ഓൺലി വൺ എഡ്ജേ ഉള്ളൂ അല്ലേ? ഇ ഡി. ആക്ച്വലി ഇത് ബ്രിഡ്ജ് ആണ്, ബട്ട് എന്താ? ഓൺലി വൺ എഡ്ജ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇ ഡി സെലക്ട് ചെയ്യുന്നു. ഇ ഡി. ദെൻ ആഡ് ടു യൂലർ സർക്യൂട്ട്. ഓക്കെ, ദെൻ ഈ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, യൂലർ സർക്യൂട്ട് ഈ ഒരു വെർട്ടെക്സിലെത്തി. നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഡി സി. എഡ്ജ് ഡി സി യൂലർ സർക്യൂട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ ഗ്രാഫിന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, നൗ മൈ യൂലർ സർക്യൂട്ട് അറ്റ് ദ വെർട്ടെക്സ് സി. നെക്സ്റ്റ് ഏത് എഡ്ജ് സെലക്ട് ചെയ്യുന്നത്? സി എ. സി എ യൂലർ സർക്യൂട്ടിലേക്ക് എഡ്ജ് ആഡ് ചെയ്യാണ്. ദെൻ ഗ്രാഫിന്ന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എഡ്ജ് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഗ്രാഫിലെ എല്ലാ എഡ്ജസും റിമൂവ് ചെയ്തു. ദെൻ ഫൈനലി
ഇതായിരിക്കും എന്ത് ആ പെർട്ടിക്കുലർ ഗ്രാഫിനുള്ള യൂലർ സർക്യൂട്ട്. അപ്പൊ ഞാനിവിടെ ചൂസ് ചെയ്തത് എ എന്ന് പറഞ്ഞ വെർട്ടെക്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വേറൊരു യൂലർ സർക്യൂട്ട് ഹലോ ഓക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ പ്രോബ്ലം? ഹലോ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ പ്രോബ്ലം? യൂലർ സർക്യൂട്ട് കിട്ടി. ഓക്കെ ഫൈൻ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? അൽഗോരിതം ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ ദെൻ ഒരു ഹോംവർക്ക് എഴുതിയെടുത്തോ. Construct an Euler circuit. Construct an Euler circuit from the following graph. Construct a Euler circuit from the following graph. പെട്ടെന്ന് ഈ ഗ്രാഫ് വരയ്ക്കാം. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തില്ലേ ഗ്രാഫ്? The next question, write down the question. Find the Euler path. Find the Euler path in the given graph. Find the Euler path in the given graph. Okay, then what do you mean by Euler path? In the Euler path എന്ന് പറയുന്നത്, it's a path that covers every
edges of a graph exactly once. അല്ലേ? Then എന്തൊരു യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്താണ്? യൂണിക്കേഴ്സൽ ഗ്രാഫ്. യൂണിക്കേഴ്സൽ ഗ്രാഫ് എന്ന് വെച്ചാൽ this graph contain unicursal line. എന്താ യൂണിക്കേഴ്സൽ ലൈൻ എന്ന് പറയുന്നത്? Unicursal line. Unicursal line means the open work that contains every edges of graph exactly once. Right? Unicursal line ഉം Euler path എന്താണ്? സെയിം ആണ്. Euler path തന്നെയാണ് എന്ത്? Unicursal line. For example പറയുകയാണെങ്കിൽ here A, B, C, D. ഇവിടെ ഒരു യൂളർ പാത്ത് പറഞ്ഞേ. ഏതായിരിക്കും യൂളർ പാത്ത്? എ, ബി, സി, ഡി അല്ലെ? എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺ കവർ ചെയ്യുന്നുണ്ട് അല്ലെ? സോ ഇതെന്താണ്? എ ബി സി ഡി ഇസ് യൂളർ പാത്ത് അല്ലെ യൂണിക്കേഴ്സൽ ലൈൻ. സോ ദിസ് ഗ്രാഫ് ഈസ് യൂണിക്കേഴ്സൽ ഗ്രാഫ്. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂളർ ഗ്രാഫിന്റെ കേസിൽ എല്ലാ വെർട്ടീസസിനും ഡിഗ്രി എന്തായിരിക്കണം? ഈവൺ ആയിരിക്കണം. ബട്ട് യൂണിക്കേഴ്സൽ ഗ്രാഫിന്റെ കേസിൽ എക്സാക്ട്ലി 2 വെർട്ടീസസിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഓഡ് ഡിഗ്രി ആയിരിക്കും. ആ ഗ്രാഫിലെ 2 വെർട്ടീസസിന്റെ ഡിഗ്രി ഓഡ് ആയിരിക്കും. ദെൻ റിമൈനിങ് വെർട്ടീസസിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. സോ ഈ ഗ്രാഫില് എ ആൻഡ് ഡി 2 വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താ? 1, റൈറ്റ്? സോ ഇതെന്താണ്? ഓഡ് ആണ്. ഓക്കെ, റിമൈനിങ് വെർട്ടീസസിന്റെ ഡിഗ്രി എന്താ? ഈവൺ. ഓക്കെ ആണോ? ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, ഇവിടെ എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? യൂളർ പാത്ത് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് യൂണിക്കേഴ്സൽ ലൈൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു ഗ്രാഫിൽ യൂണിക്കേഴ്സൽ ലൈൻ ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്താണ്? യൂണിക്കേഴ്സൽ ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ യൂണിക്കേഴ്സൽ ഗ്രാഫില് എക്സാക്ട്ലി 2 വെർട്ടീസസിന്റെ ഡിഗ്രി ഓഡ് ആയിരിക്കും. റിമൈനിങ് വെർട്ടീസസിന്റെ ഡിഗ്രി ഈവൺ ആയിരിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാഫില് the vertex F, the vertex G. Sorry, the vertex F. ഇതിന്റെ ഡിഗ്രി എന്താണ്? ത്രീ ആണ്. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഓഡ് ഡിഗ്രി വെർട്ടീസസ് എന്നാണ് ഈ ഒരു അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? അതായത് യൂളർ പാത്ത് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ്? ഓഡ് വെർട്ടീസസ്, അതായത് ഓഡ് ഡിഗ്രി വെർട്ടീസസ് എന്നാണ് ഈ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഇവിടുന്ന് എന്താണ് ഫസ്റ്റ് എന്റെ ചൂസ് ചെയ്യുന്ന വെർട്ടെക്സ് എന്തായിരിക്കും? എഫ് ആയിരിക്കും. ഓക്കെ, നൗ ഞാൻ എഫ് ചൂസ് ചെയ്തു. ഇനി എന്തൊക്കെ എഡ്ജസ് ഉണ്ട് ഇവിടെ? എഫ്, ഇ, എഫ്, എ, എഫ്, ജി. ഓക്കെ, ഈ 3 എഡ്ജസ് എന്താണ്? ബ്രിഡ്ജ് അല്ല. സോ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് എഫ് എ. ഫസ്റ്റ് എഡ്ജ് എഫ് എ. ഓക്കെ, ദെൻ യൂളർ പാത്തിലേക്ക് ആഡ് ചെയ്യുന്നു എഫ് എ. ഓക്കെ, നെക്സ്റ്റ് എന്ത് വേണം? പെർട്ടിക്കുലർ എഡ്ജ് ഗ്രാഫ് എന്ന് റിമൂവ് ചെയ്യുന്നു.
ഓക്കെ, ദെൻ ഈ ഒരു പെർട്ടിക്കുലർ വെർട്ടെക്സിലെത്തി. ഇനി ഏതൊക്കെ എഡ്ജസ് ഉണ്ട്? എ സി, എ ബി, എ ഡി. ബട്ട് ഞാൻ എ ഡി സെലക്ട് ചെയ്യില്ല, ബിക്കോസ് എ ഡി എന്താണ്, ഇവിടെ ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്യുന്നത് എ ബി. ദെൻ യൂളർ പാത്തിലേക്ക് ആഡ് ചെയ്യുന്നു എ ബി. ഓക്കെ, ദ നെക്സ്റ്റ് എ ബി റിമൂവ് ചെയ്യുന്നു. Now my Euler path at the vertex B. ഇവിടെ ഏതൊക്കെ എഡ്ജ് ചൂസ് ചെയ്യാം? ബി സി, ബി ഇ ഓർ ബി ജി. ഓക്കെ, ഞാൻ ചൂസ് ചെയ്യുന്ന എഡ്ജ് ബി ഇ. ബി ഇ യൂളർ പാത്തിലേക്ക് ആഡ് ചെയ്യുന്നു എ എഫ് ബി ഇ. ഓക്കെ, ദെൻ ബി ഇ എന്താ, ഗ്രാഫ് എന്ന് റിമൂവ് ചെയ്യാണ്. Now my Euler path at the vertex E. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ പ്രോബ്ലം? ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഇനി നെക്സ്റ്റ് ഏത് എഡ്ജ് ചൂസ് ചെയ്യും? ഏത് എഡ്ജ്? ഇ എഫ്. ഇ എഫ് ചൂസ് ചെയ്യും. എഫ് എ ബി ഇ എഫ്. ദെൻ ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ യൂളർ പാത്ത് എന്ത് ചെയ്യും? ഈ ഒരു വെർട്ടെക്സിലെത്തി. ഇനി നെക്സ്റ്റ് ഏത് എഡ്ജ് ചൂസ് ചെയ്യും? എഫ് ജി. എഫ് ജി. ഓക്കെ, എഫ് എ ബി ഇ എഫ് ജി. Okay. The next, the Euler path at the vertex G. Next ഏത് എഡ്ജ് ചൂസ് ചെയ്യും? ജി ബി. ജി ബി യൂളർ പാത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ ഗ്രാഫ് എന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഏത് എഡ്ജ് ചൂസ് ചെയ്യും? ബി സി. ബി സി. എഫ് എ ബി ഇ എഫ് ജി ബി സി. ഓക്കെ, ഗ്രാഫ് എന്ന് റിമൂവ് ചെയ്യാണ്. നെക്സ്റ്റ് ഏത് എഡ്ജ് ചൂസ് ചെയ്യും? സി എ. സി എ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യുന്നു. സോറി, യൂളർ പാത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ദെൻ ഗ്രാഫിന് റിമൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് ഏത് എഡ്ജ് ചൂസ് ചെയ്യും? എ ഡി. എ ഡി. ദെൻ യൂളർ പാത്തിലേക്ക് ആഡ് ചെയ്യുന്നു. ഗ്രാഫിന് റിമൂവ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഗ്രാഫിലെ എല്ലാ എഡ്ജസും റിമൂവ് ചെയ്തു. ദെൻ ഫൈനലി ഇതായിരിക്കും എന്ത്? യൂളർ പാത്ത്. ഇത് ചെക്ക് ചെയ്താൽ എന്തായിരിക്കും? ആ ഗ്രാഫിലെ എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? മിസ് ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആണോ? ആദിത്യ, ഐശ്വര്യ, അഖിൽ കെ, അമൽ രവീന്ദ്രൻ, ഓക്കെ. സോ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺസെപ്റ്റും ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ്? യൂളർ ഗ്രാഫ്. ഓക്കെ, എന്താ യൂളർ ഗ്രാഫ് എന്ന് പറയുന്നത്? ഡെഫിനേഷൻ പറഞ്ഞ യൂളർ ഗ്രാഫ് എന്താ?
നെക്സ്റ്റ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യണം. അതിനു മുന്നേ ഒന്ന് എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂളർ ഗ്രാഫ് ആണ്. എന്താ യൂളർ ഗ്രാഫ്? എന്താ ഡെഫിനിഷൻ പറഞ്ഞേ? എല്ലാ എഡ്ജസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യുന്നു. ഓക്കെ, അതായത് യൂളർ ഗ്രാഫ് മീൻസ് ദാറ്റ് കണ്ടെയ്ൻസ് യൂളർ ലൈൻ അല്ലെ. ഇപ്പൊ എന്താ യൂളർ ലൈൻ എന്ന് പറയുന്നത്? ക്ലോസ്ഡ് വർക്ക് that covers every edges of graph exactly once. Okay. Then നമ്മൾ യൂളർ സർക്യൂട്ട് എന്താന്ന് പറഞ്ഞു, യൂളർ പാത്ത് എന്താന്ന് പറഞ്ഞു. Then അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറം ഉണ്ട്. എന്തായിരുന്നു ആ തിയറം? എന്തായിരുന്നു തിയറം? എല്ലാ വെർട്ടിസസിന്റെയും ഡിഗ്രി ഈവൺ ആയിരിക്കും യൂളർ ഗ്രാഫ്. ഓക്കെ, ഒരു ഗ്രാഫ് യൂളർ ആണെങ്കിൽ അതിന്റെ എല്ലാ വെർട്ടീസസിന്റെയും ഡിഗ്രി എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഓക്കെ, ഞാൻ തിരിച്ചു പറയാം അല്ലെ, ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടീസസിന്റെ ഡിഗ്രി ഈവൺ ആണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? യൂളർ ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡിസ്കസ് ചെയ്തത് യൂണിക്കേഴ്സൽ ഗ്രാഫ് ആൻഡ് യൂണിക്കേഴ്സൽ ലൈൻ. ഓക്കെ, അത് കഴിഞ്ഞ് എന്താ ഡിസ്കസ് ചെയ്തത്? എന്തായിരുന്നു ഡിസ്കസ്? ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്. യൂണിയൻ, ഇന്റർസെക്ഷൻ, റിംഗ് സം, ഡിലീഷൻ, ഫ്യൂഷൻ ആൻഡ് ഡികമ്പോസിഷൻ. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്തത് ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ്. എന്തായിരുന്നു ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് എന്ന് പറയുന്നത്? ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് എന്ന് ഒരു വേർട്ടെക്സ് ഞാനൊരു ക്ലോസ്ഡ് വോക്ക് സ്റ്റാർട്ട് ചെയ്താൽ ആ വോക്ക് ഏത് വേയിലും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ എന്ത് കിട്ടും? യൂളർ ലൈൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിന് എന്ത് പറയാം? ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ വേർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, എല്ലാ വേർട്ടെക്സിനും ക്ലോസ്ഡ് വോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു യൂളർ ലൈൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഗ്രാഫ് ഈസ് ആർബിട്രറി ട്രേസബിൾ ഫ്രം ഓൾ വേർട്ടീസസ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്തത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആൻഡ് ഹാമിൽട്ടോണിയൻ പാത്ത്. എന്താ ഹാമിൽട്ടോണിയൻ പാത്ത് എന്ന് പറയുന്നത്? ഓപ്പൺ വർക്ക് അതിന്റെ എല്ലാ വെർട്ടിസസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്യണം. Okay, Hamiltonian path means it's a open work that covers every vertices of a graph exactly once. Okay, the next Hamiltonian circuit. The Hamiltonian circuit എന്ന് പറയുന്നത് ക്ലോസ്ഡ് വർക്ക് അതിന്റെ വെർട്ടിസസ് ഒക്കെ എക്സാക്ട്ലി വൺസ് കവർ ചെയ്യണം. It's a closed work that covers every vertices of a graph exactly once except the terminal vertices. ഇപ്പൊ ക്ലോസ്ഡ് വർക്ക് ആയതുകൊണ്ട് എന്താ, ഒരു വേർട്ടെക്സ് സ്റ്റാർട്ട് ചെയ്ത അതേ വേർട്ടെക്സിലേക്ക് എന്താണ് എൻഡ് ചെയ്യും. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്തത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്, ഹാമിൽട്ടോണിയൻ ഗ്രാഫിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്താ ആപ്ലിക്കേഷൻ? ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ആപ്ലിക്കേഷൻ? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. റൈറ്റ്? എന്താ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം? എന്തായിരുന്നു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം? മിഥുൻ, എന്താ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം? അതായത് പേഴ്സണ് ഒരു ട്രിപ്പ് പോകണം അല്ലെ, അതായത് ഒരു സിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ സിറ്റീസും എക്സാക്ട്ലി വൺസ് കവർ ചെയ്ത് സ്റ്റാർട്ടിങ് ചെയ്തെടുത്തിന് എന്താണ് എൻഡ് ചെയ്യണം. ഓക്കെ, അതാണ് പ്രോബ്ലം. ബട്ട് എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത്? മിനിമം ഡിസ്റ്റൻസിലായിരിക്കും എന്ത് ട്രാവൽ ചെയ്യേണ്ടത്. ഓക്കെ,
നമ്മളിങ്ങനെ ഈ പ്രോബ്ലത്തിന് എങ്ങനെയായിരുന്നു സോൾവ് ചെയ്തത്? ഈ പ്രോബ്ലത്തിന്റെ സിനാരിയോയിൽ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലെ? അപ്പൊ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ഗ്രാഫ് കിട്ടി, റൈറ്റ്? സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കംപ്ലീറ്റ് ഗ്രാഫിൽ നിന്ന് നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫൈൻഡ് ചെയ്തു അല്ലെ? ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ എത്ര ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യാം? n-1 factorial divided by 12. ഓക്കെ, n-1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 അത്രയും ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യും. ദെൻ എല്ലാ സർക്യൂട്ടിനും എന്താണ്? ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഏത് സർക്യൂട്ടിനാണോ മിനിമം ഡിസ്റ്റൻസ് അതായിരിക്കും എന്ത്? ആ പെർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഹാമിൽട്ടോണിയൻ ഗ്രാഫ് അല്ലെ, ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിന്റെ അപ്ലിക്കേഷൻസ് ചോദിച്ചാൽ എന്ത് എഴുതണം? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എഴുതണം. അതുപോലെ തന്നെ യൂളർ ഗ്രാഫിന്റെ അപ്ലിക്കേഷൻ ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? എന്താണ് യൂളർ ഗ്രാഫിന്റെ അപ്ലിക്കേഷൻ? കോണിക്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഡയറാക്സ് തിയറം. എന്തായിരുന്നു ഡയറാക്സ് തിയറം? എന്താ ഡയറാക്സ് തിയറം എന്തായിരുന്നു? ഒരു ഗ്രാഫില് the number of vertices greater than or equal to 3 and degree of every vertices greater than or equal to n/2 ആണെങ്കിൽ ആ ഗ്രാഫിൽ എന്തായിരിക്കും? ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊരു സഫിഷ്യന്റ് കണ്ടീഷൻ ആണ്, നോട്ട് എ നെസസറി കണ്ടീഷൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഒരു ഗ്രാഫിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? യൂളർ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യാം, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഫൈൻഡ് ചെയ്യാം. ബട്ട് എല്ലാ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ എന്താണ്? ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ദിസ് കണ്ടീഷൻ ഈസ് സഫിഷ്യന്റ് കണ്ടീഷൻ, നോട്ട് എ നെസസറി കണ്ടീഷൻ. ഓക്കെ, ദെൻ ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റഡ് ഗ്രാഫ്. ദെൻ വാട്ട് യു മീൻ ബൈ ഡയറക്റ്റഡ് ഗ്രാഫ്? എന്താ ഡയറക്റ്റഡ്? ചെയ്തിട്ടുണ്ടാവും എഡ്ജിൽ. ഓക്കെ, ഒരു എഡ്ജിൽ ഡയറക്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റഡ് ഗ്രാഫ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു ടൈപ്പ്? ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയായിരുന്നു ടൈപ്സ് ഓഫ് ഡയഗ്രാഫ്? സിമ്പിൾ, അസിമെട്രിക്, സിമെട്രിക്. സിമ്പിൾ, സിമെട്രിക്, asymmetric, then complete. Complete digraph. Complete digraph can be two types. What are the? Complete symmetric digraph, complete asymmetric digraph. Okay, നിങ്ങൾ ഓരോ ടൈപ്പിന്റെയും ഡെഫിനേഷൻ പഠിക്കണം, ഒരു എക്സാമ്പിളും പഠിക്കണം. Then balanced digraph and regular digraph. Okay. Then discuss the topic digraph and binary relation. Okay. ഡയഗ്രാഫിന്റെ ഒരു അപ്ലിക്കേഷൻ എന്തായിരുന്നു? എന്തായിരുന്നു ഒരു ഡയഗ്രാഫിന്റെ അപ്ലിക്കേഷൻ? ബൈനറി റിലേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ എന്ത് യൂസ് ചെയ്യുന്നു? ഡയഗ്രാഫ് യൂസ് ചെയ്യുന്നു. Then അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബൈനറി റിലേഷൻ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ ലാസ്റ്റ് ടോപ്പിക് ഫ്ലോറിസ് അൽഗോരിതം. ഫ്ലോറിസ് അൽഗോരിതം എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ഫൈൻഡ് യൂളർ സർക്യൂട്ട് ഓർ യൂളർ പാത്ത് ഫ്രം ദ ഗിവൺ ഗ്രാഫ്. ഇത്രയും കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യുന്നേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചേ. നബീൽ, നന്ദ, നിഹാൽ, നാസിഫ്, അനീഷ്, മിൻഹാജ്.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇന്നിവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. അറ്റൻഡൻസ് പ്ലീസ്.